കയറി ഞാൻ ഇവിടുന്ന് കയറാണ്. കയറി പാത്രല്ല. ഹായ് കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും സുഖം തന്നെയല്ലേ? സൂര്യ ഡ്രീംസിൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിതാ ദോശ ചുട്ട് കഴിയാനായിട്ടുണ്ട് കേട്ടോ. രാവിലത്തെ വീഡിയോ ആണിത്. വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വന്നിട്ടുണ്ട്. പിന്നെ ഇന്ന് പറഞ്ഞാൽ വിഷ്ണു സ്കൂൾക്ക് പോകാത്തൊരു ദിവസം കേട്ടോ. ഇന്നത്തെ അല്ല, ഇത് കഴിഞ്ഞൊരു ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. എടുത്ത് വെച്ച വീഡിയോ ആയിരുന്നു. അതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് വന്നതാണ് കേട്ടോ. അപ്പോൾ സൂര്യമോൾക്കാണെങ്കിൽ പനിയുണ്ട്. പനി വിട്ട് മാറിയിട്ടില്ല കേട്ടോ. ഞങ്ങൾ ഗവൺമെൻറ് ആശുപത്രിക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. പൂളക്കൽ ആശുപത്രിക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ വിഷ്ണു സ്കൂൾക്ക് പോയിട്ടില്ലാത്തൊരു ദിവസം, അതായത് വിഷ്ണുവിന് ചെറിയൊരു തലവേദന ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു എനിക്ക് എന്താവാമ്മ ക്ഷീണമൊക്കെ വരുന്നുണ്ടെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും വേണ്ടില്ല, സ്കൂൾക്ക് പോയിക്കോ. പിന്നെ എന്തെങ്കിലും പ്രത്യേകമായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാഷന്മാർ പറയല്ലോ, വിളിച്ച് പറയല്ലോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഞാൻ കൊണ്ടുവരാൻ വരാമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ എന്നോട് അവൻ പറഞ്ഞു അമ്മ ഞാൻ ഇത്ര കാലം സ്കൂൾക്ക് പോകാൻ മടി കാണിച്ചിട്ടില്ല, അതേപോലെ ലീവും എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ ലീവിനായിട്ടല്ല അമ്മ, എനിക്ക് വയ്യാത്തതുകൊണ്ടാണ് ഞാൻ പറയണതെന്ന് പറഞ്ഞു കേട്ടോ. സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പോൾ എനിക്കൊരു മനസ്സലിവ് വന്നു. കാരണം ഓന് ലീവ് ചോദിക്കണ ഒരാളൊന്നുമല്ല. ഓന് വയ്യാത്തതുകൊണ്ട് തന്നെയാണ് ആ ചോദ്യം ചോദിക്കണതും പറയണതൊന്നും എനിക്ക് മനസ്സിലായതുകൊണ്ട് ഞാൻ ഓനെ ഇന്ന് ആയിക്കോട്ടെ ഇന്ന് പോവണ്ടെന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ ഓൻ്റെ കണ്ണും മുറക്കൊരു വാടിയ പോലെ ആയിക്കണം. കാരണം വീട്ടിലൊരാൾക്ക് പനി ഉണ്ടെങ്കിൽ പിന്നെ ഇനി വലിയവരായാലും മക്കളായാലും ഓൾക്ക് എളുപ്പമുണ്ടല്ലോ പനി ആയാലും ജലദോഷമായാലും ഒക്കെ ഉണ്ടാവാൻ. അങ്ങനെ സൂര്യമോൾക്കും തന്നെ പനിയും ചുമയൊക്കെയാണ് കേട്ടോ. അപ്പോൾ പിന്നെ വിഷ്ണുവിനെ പറഞ്ഞിട്ടും കാര്യമല്ല, അവൻ വെറുതെ പറയാവൂല എന്ന് തോന്നി. അങ്ങനെ നമ്മൾ ദോശ ചുടലൊക്കെ കഴിഞ്ഞാണ്ട് ഇതാ ചട്ടി ഇങ്ങോട്ട് മാറ്റി വെച്ചാണ്ട് ദോശ ചുടൽ കഴിഞ്ഞ ഉടനെ ആ ചട്ടിയിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് വെക്കണത് നല്ലതാണ് കേട്ടോ. ഓയിൽ പുരട്ടി വെക്കണത് നല്ലതാണ്. അന്ന് പിന്നെ പിറ്റേ ദിവസമായാലും 2 ദിവസം കഴിഞ്ഞിട്ടായാലും ദോശ ചുട്ടെടുക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ തന്നെ നമുക്ക് ദോശ ചുട്ടെടുക്കാൻ കഴിയും കേട്ടോ. അങ്ങനെ കഞ്ഞി വെച്ചിട്ടില്ലേന്നു, അതിനുള്ള വെള്ളം ഞാൻ അടുപ്പത്ത് വെച്ചു. ഇനി വറകൊക്കെ ഇട്ട് കൊടുത്താണ്ട് തീ ഇങ്ങോട്ട് ഉഷാറായിട്ട് കത്തിക്കട്ടെ. പിന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമാവില്ലെന്ന് എനിക്കറിയില്ല മക്കളെ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരാരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. ദോശ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ കറിക്കുള്ളത് നന്നാക്കി വെച്ചേന്നു കേട്ടോ. ഉള്ളിയും കിഴങ്ങാണ് കേട്ടോ കറി ഉണ്ടാക്കുന്നത്. ഒരു 2 തക്കാളി എടുത്ത് നന്നാക്കി വെച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് ഒരു കുഞ്ഞു കറി ഉണ്ടാക്കാം വിചാരിച്ചു ദോശയ്ക്ക്. അതായത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയ പോലെ തന്നെ മസാല കറിയാണ് കേട്ടോ. ഇതിൽ ചിക്കൻ മസാല, മല്ലിപ്പൊടി, മുളകും പൊടി, പാകത്തിനുള്ള ഉപ്പ് മാത്രമേ ഇട്ട് കൊടുക്കണുള്ളൂ. പിന്നെ നാളികേരം ചെറുതാക്കി അരിഞ്ഞ് വറുത്തിടണമൊന്നുമില്ല കേട്ടോ. ഇത് വറുത്ത് ഉണ്ടാക്കണ കറി. അതായത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു, കടുക് ഇട്ട് കൊടുത്താണ്ട് കിഴങ്ങും ഉള്ളിയും വാട്ടിയെടുത്താണ്ട് ഉണ്ടാക്കണ കറിയാണ് കേട്ടോ. അങ്ങനെ ഇതാ കുറച്ച് വലിയ പുള്ളിയൊക്കെ ഉണ്ട് അടപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് പട്ടേൻ്റെ. എന്നാൽ പിന്നെ ഒരുപാട് നേരം കത്തിച്ചെടുക്കുമൊന്നും വേണ്ട. വെള്ളം ചൂടായതിന് ശേഷം ഇതാ ഞാൻ അരി നന്നാക്കിയിട്ട് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. അരി ഇട്ട് കൊടുക്കട്ടെ കേട്ടോ. ഇങ്ങനെ അരി ഇടുമ്പോൾ കുറേ കൂട്ടുകാരിനോട് പറയലുണ്ട് എന്താ ചേച്ചി അരി അങ്ങനെ ഇട്ട് കൊടുക്കണത്, അരി കൈകൊണ്ട് വാരിയിട്ട് കൊടുത്തൂടെയെന്ന്. നമുക്ക് ശീലമായത് ഇങ്ങനെയാണ് കേട്ടോ. കൈകൊണ്ട് വാരിയിട്ട് കൊടുക്കണതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ നമുക്ക് ശീലമായത് ഇങ്ങനെയാണ്. അപ്പം ഇങ്ങനെ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെയെന്ന് പറഞ്ഞാൽ ചോറ് ഊറ്റിയെടുക്കല്ലേ, അപ്പോൾ വല്ല കല്ലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ നമുക്കറിയാൻ കഴിയും. പിന്നെയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൈ കൊണ്ട് വാരിയിട്ട് കൊടുത്താലും ചെറിയ കല്ലും മണലൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ കിട്ടും കേട്ടോ. അരീൻ്റെ വേവ് എന്ന് പറഞ്ഞാൽ എളുപ്പം വേകണ അരിയാണ് കേട്ടോ. റേഷൻ കടയത്തെ അരിയാണ്. റേഷൻ കടയത്തെ അരി പറഞ്ഞാൽ നല്ലോണം കഴുകി വൃത്തിയാക്കുക തന്നെ വേണം മക്കളെ. ഇപ്പോൾ കിട്ടിയ അരി കേട്ടോ. ഞങ്ങൾക്ക് അങ്ങനെയാണ്. ഞങ്ങളെപ്പോലത്തെ സാധാരണക്കാരൊക്കെ ഒരുവിധം റേഷൻ കടയത്തെ അരി കിട്ടിയിട്ടൊക്കെ തന്നെ ആവും ജീവിച്ച് പോണത് കേട്ടോ. ഞങ്ങൾ തന്നെ റേഷൻ കടയത്തെ അരി കഴിഞ്ഞാൽ പിന്നെ ഒരു ചാക്ക് വാങ്ങും. പിന്നെ റേഷൻ കടയിൽ നിന്ന് അരി വരാനായോ ഇനിയിപ്പോൾ വിളിച്ച് ചിലപ്പോൾ ചോദിക്കട്ടോ അരി എത്തിക്കണമെന്ന്. അല്ലെങ്കിൽ ഞങ്ങളൊക്കെ അവസ്ഥ എന്താവൂലേ. അതുകൊണ്ട് തന്നെ അതൊരു ഭാഗ്യമാണ് കേട്ടോ റേഷൻ കടയിൽ നിന്ന് അരി കിട്ടണതൊക്കെ. അതിൻ്റെ ഇടയിൽ ഇതാ കറിക്കടപ്പത്ത് വെച്ച കിഴങ്ങൊക്കെ ഉണ്ടല്ലോ, അതിങ്ങോട്ട് ചെറിയ ചൂടിൽ ഞാൻ അടച്ച് വേവിച്ചെടുത്തേന്നു കേട്ടോ.
കിഴങ്ങ് വെന്തതിന് ശേഷം അതിക്ക് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുത്താണ്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ദോശക്കായാലും ചോറിനായാലും വിഷ്ണുവിനൊക്കെ കറി അങ്ങോട്ട് കിട്ടണം. കറി ഇല്ലെങ്കിൽ പറ്റുകയില്ല. അങ്ങനെ ഞാൻ കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം കറിയൊക്കെ ഒന്ന് പാകമായിട്ടുള്ള വേവും വെള്ളം ആയിട്ടുണ്ട് കേട്ടോ. ഇനി ആ വിഷ്ണുവിന് ചായ കൊടുക്കട്ടോ. അവന് സ്കൂൾക്ക് പോണില്ല എന്ന് പറഞ്ഞിരുന്നു. അതിന് രാവിലെ എണീറ്റാണ്ട് അവൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു, ചായടി കഴിഞ്ഞു. അതിന് ശേഷം എന്നോട് പറഞ്ഞത് കേട്ടോ, ഞാനിന്ന് സ്കൂൾക്ക് പോണില്ല അമ്മ, എനിക്ക് എന്താവാ നല്ലോണം തലവേദനിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. എന്തായാലും കുറച്ച് പാത്രമൊക്കെ കഴുകാണ്ട് ഞാൻ അതും കൂടെ കഴുകി വെക്കട്ടെ കേട്ടോ. അടുക്കളയിൽ ഇങ്ങോട്ട് പണി ഒരുങ്ങിയിട്ട് വേണം പാത്രങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെക്കാൻ. എളുപ്പത്തിൽ പണിയെടുക്കുകയാണെങ്കിൽ പാത്രങ്ങളൊക്കെ അവിടെ ഇവിടെ എന്ന് പറഞ്ഞാണ്ട് ആകെപ്പാടെ ഇനിയിപ്പോൾ കറിക്ക് നന്നാക്കിയാലും അതിൻ്റെ ഉള്ളീൻ്റെ തൊലിയായാലും എല്ലാതും ഉണ്ടാകും അവിടെ ഇവിടെ ഒക്കെ കിടക്കണം കേട്ടോ. അതൊന്നും കാര്യമാക്കണ്ട. പുറത്ത് മക്കളെ നല്ല മഴ ഉണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ പൈപ്പിൽ വെള്ളം വന്നിട്ടുണ്ട്, വെള്ളം ആക്കും വേണം. ഇനി ഞാൻ വിഷ്ണുവിന് ചായ കൊടുക്കാൻ നിൽക്കട്ടെ. നമ്മൾ എളുപ്പത്തിലുള്ള ഒരു കിഴങ്ങ് കറി ഇതാക്കാം കേട്ടോ. ഈ ഒരു കറി വേറൊരു പാത്രത്തേക്ക് മാറ്റി വെക്കട്ടെ കേട്ടോ. ഒന്ന് പിന്നെ അടച്ചു വെക്കാനും സുഖമാവും. ചീനച്ചട്ടിയിലാവുമ്പോൾ ചിലപ്പോൾ അടച്ചു വെക്കാനൊക്കെ ഒരു ഗതികേടാവും, എന്നാലും അങ്ങോട്ട് ശരിയായി കിട്ടൂല. വേറൊരു പാത്രത്തേക്ക് മാറ്റിയാണ്ട് നല്ലൊരു അടപ്പുകൊണ്ട് അടച്ചു വെച്ചാൽ അത് അവിടെ കിടന്നോളൂ. ചീനച്ചട്ടി പിന്നെ കഴുകിയും വെക്കാമല്ലോ. ആ ചീനച്ചട്ടി അവിടെ വെച്ചിട്ട് കാര്യമില്ല. അത് കഴുകി വെച്ചാൽ പിന്നെ നമുക്ക് ഉപ്പേരിയോ മീൻ വറുക്കാനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനും വേണ്ടി എടുക്കാമല്ലോ. ഇങ്ങനെ ഒരു കുഞ്ഞു കറി ഉണ്ടാക്കിയാലും ദോശക്കായാലും ചോറിനായാലും ഒക്കെ നല്ല രസം തന്നെയാണ് കേട്ടോ. മതിയോ? കിഴങ്ങാണോ? തിന്നല്ലേ പല്ല് വെച്ചിട്ടില്ല കേട്ടോ. സൂര്യ തിന്നല്ലേ. സൂര്യമോളാണെങ്കിൽ ആ ഒരു സമയത്ത് എണീറ്റ് വന്നതേ ഉള്ളൂ കേട്ടോ. ഓളാണെങ്കിൽ ദോശ കണ്ടപ്പോൾ അതിമെന്ന് ഒരു ചെറിയൊരു കഷ്ണം എടുത്താണ്ട് പല്ലേക്കാതെ തിന്നാൻ നിൽക്കുക. അപ്പം ഞാൻ ചീത്ത പറയുന്നു, അങ്ങനെ പല്ലേക്കാതെ തിന്നല്ലേ, പോയി പല്ലേക്കുന്നു. ഇവിടെ എന്താ സംഭവം എന്ന് ചോദിച്ചാൽ ആ മുറ്റത്ത് കാണുന്നുണ്ട് നിങ്ങൾ ആ കുടുക്കെ ചിരട്ടൊക്കെ നിൽക്കണോടത്ത്. അപ്പം ഞാനത് പറിക്കാൻ വേണ്ടി നിൽക്കാം കേട്ടോ. വേറെ ഒന്നുമല്ല, കൂനുണ്ടല്ലോ, കൂൺ എന്നൊക്കെ പറയും. അത് ഇങ്ങോട്ട് ഇവിടെ ഉണ്ടായിക്കണ് മക്കളെ. കൂന് കുറച്ച് ദിവസമായി ഇത് പൊട്ടി മുളച്ച് വരാൻ തുടങ്ങിയിട്ട്. അപ്പം ഞാനത് കുട്ടികൾ ചവിട്ടാതെക്കാൻ വേണ്ടി, ഇതൊരു നടക്കണ വഴിയാണ് കേട്ടോ, കുട്ടികൾ ചവിട്ടാതെക്കാൻ വേണ്ടി ഞാൻ കുറേ ചിരട്ടനോട് മൂടി വെച്ചേന്നു. പിന്നെ ചിരട്ടൊക്കെ ഉണ്ട് പൊന്തി ഇങ്ങനെ നിൽക്കണം. അതായത് കൂന് വലുതാകണതിനനുസരിച്ച് കൂനിൻ്റെ മേലെ നിൽക്കൽ തുടങ്ങി പിന്നെ ചിരട്ട. അതിൽ ഞാൻ എന്താ കാട്ടി, അവിടെ ഒരു ചെറിയൊരു കുടുക്ക ഉണ്ടായിരുന്നു, ഓട്ടായ കുടുക്ക. ആ കുടുക്കേനോട് ഇവിടെ മൂടിയിട്ടോ കുട്ടികൾ തട്ടാതിരിക്കാനും ചവിട്ടാതിരിക്കാനൊക്കെ. അങ്ങനെ സിമെൻറ്റ് ചട്ടി ഉണ്ടല്ലോ അതിനോടൊക്കെ മൂടി വെച്ചു അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് ദിവസം ഞാൻ കാത്തിരുന്നു കൂൺ പറിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാക്കണ മക്കളെ, കൂന് പറിക്കുകയാണ്. ഇതിനോട് ചെറിയൊരു കറി ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചു പറിച്ചെടുക്കുക. ഒരുപാടൊന്നും ഇല്ല കേട്ടോ, ഉള്ളതുകൊണ്ട് ഓണം പോലെ എല്ലാവർക്കും തിന്നാം. നല്ലൊരു കറി ഉണ്ടാക്കാമെന്നും കരുതിട്ടോ. എന്തായാലും ഞാൻ അമ്മനോടൊക്കെ വിളിച്ച് പറഞ്ഞു കേട്ടോ, അമ്മ ഇവിടെ കുറച്ച് കൂനുണ്ട്, കൂൻ കിട്ടിയിട്ടുണ്ട് അമ്മ കറി വെക്കാൻ. അപ്പം അമ്മ പറഞ്ഞു കേട്ടോ, വെക്കേണ്ട രീതികളൊക്കെ അമ്മ പറഞ്ഞു തന്നിട്ടുണ്ട്. അമ്മ പറഞ്ഞത് വെക്കണ നല്ല നാടൻ രീതിയിലുള്ളതാണ് കേട്ടോ. അതായത് കൂന് മാത്രം, കൂൻ എന്ന് ഞങ്ങൾ ഇവിടെയൊക്കെ പറയും കേട്ടോ, കൂൺ എന്ന് പറയണവരുണ്ട്. അപ്പോൾ നല്ലോണം അങ്ങോട്ട് മണ്ണുള്ളതുകൊണ്ട് തന്നെ ഒന്ന് കഴുകി വൃത്തിയാക്കട്ടെ എഴുതി പൈപ്പുങ്ങൾക്ക് വേഗം പോകുന്ന. പിന്നെ എന്ന് പറഞ്ഞാൽ അമ്മ എങ്ങനെ ഉണ്ടാക്കുകയെന്ന് പറഞ്ഞാൽ, അമ്മ നാടൻ രീതിയിൽ വെക്കണത് എന്ന് പറഞ്ഞാൽ കൂൻ നന്നാക്കിയാണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അടപ്പത്ത് വെക്കുക. ആ വെള്ളത്തേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചീനപ്പറങ്കീൻ്റെ മുളകുണ്ടല്ലോ, ചെറിയ മുളക്, നമ്മളെ തൊടിയിൽ നിന്ന് കിട്ടണ മുളക്, ഇനി അതില്ലെങ്കിൽ പച്ചമുളകായാലും മതി, അത് ഇങ്ങോട്ട് ചേർത്ത് കൊടുത്താണ്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്ത് വെള്ളം വറ്റിച്ചെടുക്കുക. അതിന് ശേഷം അതിക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കൂൻ വെന്ത് വെള്ളം വറ്റിയതിന് ശേഷം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. അങ്ങനെ കൂൻ വെച്ചാൽ നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞിട്ടോ. അതിൻ്റെ ഇടയിൽ മക്കളെ ഞാൻ പിന്നെ കൂനൊക്കെ അവിടെ കൊണ്ട് വെച്ച് ചോറ് ഊറ്റിയാണ്ട് പിന്നെ ആ വീടെടുക്കാനൊന്നും നിന്നിട്ടില്ല കേട്ടോ. അപ്പോൾ സൂര്യമോളെയും കൊണ്ട് ഡോക്ടറെ കാണിക്കാൻ പോകണം, ഓളെ പനിക്ക് കുറവില്ല എന്ന് പറഞ്ഞില്ലേ. പിന്നെ ഞാൻ ഇതും പറഞ്ഞു, ഇത് 2-3 ദിവസം മുന്നേ എടുത്ത് വെച്ച വീഡിയോ ആണെന്ന്. അങ്ങനെ തിരുമ്പലൊക്കെ കഴിഞ്ഞു, കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി നിന്നത് കേട്ടോ. ഇന്നത്തെ ദിവസമാണെങ്കിൽ, അതായത് അന്നത്തെ ദിവസമാണെങ്കിൽ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ.
വെയിലും ഉണ്ട് എന്നാൽ മഴയുണ്ട് എന്ന് പറഞ്ഞ പോലെ. കുറുക്കൻ്റെ കല്യാണം ഉണ്ടല്ലോ, അതായത് വെയിലും മഴയും വരുമ്പോൾ കുറുക്കൻ്റെ കല്യാണമെന്ന് പറയലുണ്ട്, എന്ന പോലെയായിരുന്നു കേട്ടോ. എന്തായാലും ഇപ്പോൾ ഇതാ നല്ല വെയിലുണ്ട്. ചെറിയ മഴ ആയാലും അത് പെയ്താണ്ട് അങ്ങനെ പോയാണ്ട് അതേപോലെ തന്നെ വെയിൽ വരും. അതുകൊണ്ട് തന്നെ തുണിയൊക്കെ പുറത്തിങ്ങോട്ട് കിടക്കട്ടെ വിചാരിച്ചാണ്ട് അങ്ങോട്ട് ഇട്ടെടുക്കാം കേട്ടോ. ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ, അതായത് ഇന്നത്തെ ദിവസം, ഇന്നിപ്പോൾ ദിവസം എന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച ആണല്ലോ. ഇന്നത്തെ ദിവസം ഭയങ്കര മഴ തന്നെയാണ് കേട്ടോ. ഇവിടെ രാവിലെ വെട്ടാൻ പോകണം, പണിക്ക് ഇറങ്ങണം. ഇപ്പോൾ പനിയൊക്കെ മാറി, എന്നാലും ക്ഷീണം വല്ലാണ്ട് അങ്ങോട്ട് മാറിയിട്ടൊന്നുമില്ല. എന്നാലും എങ്ങനെയെങ്കിലുമൊക്കെ വെട്ടാൻ പോട്ടെ എന്ന് പറഞ്ഞാണ്ട് വിഷ്ണുവിൻ്റെ അച്ഛൻ എണീറ്റേന്നു കേട്ടോ. പക്ഷെ മഴ ആയതുകൊണ്ട് വെട്ടാൻ പോകാനും കഴിഞ്ഞില്ല. അങ്ങനെ ഇതാ നമ്മൾ തോരടലൊക്കെ കഴിഞ്ഞാണ്ട് നമ്മൾ അകത്തേക്ക് വന്നു. പിന്നെ മാറ്റലൊക്കെ കഴിഞ്ഞാണ്ട് ഞാൻ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. സൂര്യമോളെ കൊണ്ട് പോട്ടെ. ഞാൻ പറഞ്ഞില്ലേ പൂളക്കൽ ഹെൽത്ത് സെൻറ്ററിലേക്കാണ് പോണത്. അപ്പോൾ കറിക്കുള്ളത് പറഞ്ഞാൽ ഉള്ളിയും തക്കാളിയും കിഴങ്ങൊക്കെ ആയിരുന്നു കേട്ടോ അവിടെ കറിക്ക്. അപ്പോൾ ഞാൻ വിഷ്ണുവിൻ്റെ അച്ഛനോട് പറഞ്ഞു, നിങ്ങൾ ആദ്യം ഒന്ന് പീടികയിൽ പോയി വരി, ഒരു മത്തൻ വാങ്ങി വരി കറിക്ക് കറി ഉണ്ടാക്കാനാണ്. അങ്ങനെ ഒരു മത്തനൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ ഐശ്വര്യം ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഞാൻ ഓളോട് പറഞ്ഞു, ഞങ്ങൾ ഡോക്ടറെ അടുത്തേക്ക് പോവുക, എന്താ കറി ഉണ്ടാക്കിക്കൊണ്ടിട്ടോ എന്ന് പറഞ്ഞിട്ടോ. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഓളെ കറി ഉണ്ടാക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഇതാ ഞങ്ങൾ ഡോക്ടറെ അടുത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കുക. അപ്പോൾ സൂര്യമോള് പറയുന്നുണ്ട്, അമ്മ വാ. അപ്പോൾ ഞാൻ പറഞ്ഞു, കുറച്ച് മേലേക്ക് നടക്ക്, ഞാൻ വരാം. പക്ഷേ ഓൾക്ക് ഇങ്ങനെയാണ്, ഓളൊപ്പം തന്നെ ഞാൻ വേണം കേട്ടോ. അതിനുള്ള വാശിയാണ് നോക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ പിന്നാലെ വരട്ടോ എന്ന് പറഞ്ഞു. ആന്ന് പറഞ്ഞിട്ടുണ്ട്. ഓലെന്തായാലും അവിടെ നിന്നെ കാത്തു നിൽക്കും കേട്ടോ. നമ്മളെ മുറ്റത്ത് അവിടെ മേലെ കാത്തു നിൽക്കും. എന്തായാലും ഞങ്ങൾ പോകാൻ നോക്കട്ടെ. അങ്ങനെ ബൈക്കുമ്പം കയറി ഇരുന്നപ്പോഴാണ് എന്നോട് പറഞ്ഞത്, ഷാൾ ഇട്ടിട്ടില്ല, ഈ ഷാൾ ശ്രദ്ധിക്കിട്ടോന്ന്. ബൈക്കുമ്മൽ പോവുകയാണെങ്കിൽ വിഷ്ണു തന്നെ പ്രത്യേകമായിട്ട് പറയണ ഒരു കാര്യം കേട്ടോ, അമ്മ ഷാൾ ശ്രദ്ധിക്കാൻ നിങ്ങൾ എന്ന്. അതിൻ്റെ ഒരു കാരണമുണ്ട് മക്കളെ. അങ്ങനെ ഇതാ മക്കളെ നമ്മൾ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും തിരക്കില്ല എന്നുള്ളൊരു വിശ്വാസത്തിൽ കയറി. പക്ഷെ സത്യം പറഞ്ഞാൽ ഭാഗ്യം കൊണ്ട് വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. രാവിലെ വരികയാണെങ്കിൽ നല്ല തിരക്കിൽ പെട്ടേന്നു. പക്ഷെ രാവിലെ അല്ലാത്തതുകൊണ്ട് തന്നെ തിരക്കിലൊന്നുമല്ല നമ്മൾ പെട്ടത്. എന്ത് പറയണ്, വേഗം ഡോക്ടറെ കാണിച്ചു. അപ്പോൾ വിഷ്ണുവിൻ്റെ അച്ഛൻ എന്നെ കാണിക്കില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. പിന്നെ വയറിങ്ങിട്ട് ശരിക്കും ശരിയായിട്ടില്ല, ഒന്നും കൂടെ കാണിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കാണിക്കാൻ വേണ്ടി നിന്നു. അങ്ങനെ ഞങ്ങൾ മരുന്നൊക്കെ വാങ്ങിയാണ്ട് ഇതാ പുറത്തേക്ക് എഴുതിയിട്ടുണ്ട് കേട്ടോ വിഷ്ണുവിൻ്റെ അച്ഛന് മരുന്ന്. അപ്പോൾ അതൊന്ന് ഞാൻ വാങ്ങിക്കൊണ്ടിട്ടാണ് പൂളക്കൽ പോയിട്ടുണ്ട് കേട്ടോ. അതുവരെ ഞങ്ങൾ ഇതാ ബസ് സ്റ്റാൻഡിൽ ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു, സൂര്യമോളെ ഇവിടെ അടങ്ങിയിരിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും പോവല്ലേന്ന്. അപ്പോൾ ഓൾക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. കാരണം ഓൾക്ക് ഇറങ്ങി നിൽക്കണം. അപ്പോൾ ഇറങ്ങിയാണ്ട് അപ്പുറത്തേക്ക് നോക്കി അവിടെ റോഡാണ്, റോഡിൽ കൂടെ അതാ വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ഇറങ്ങണ്ട, ഈ തൽക്കാലം എൻ്റെ ഫോണെടുത്ത് കളിച്ചുകൊണ്ട് നിന്നോന്ന്. ആയിക്കോട്ടെ എന്നും പറഞ്ഞു. അങ്ങനെ പിന്നെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടോ. മരുന്നൊക്കെ വാങ്ങി വീട്ടിലെത്തി. അപ്പോൾ വിഷ്ണു അവിടെ കാത്ത് നിൽക്കുക. ഞാൻ വിഷ്ണുവിനോട് പറഞ്ഞിരുന്നു തലവേദന ആണെങ്കിൽ ഡോക്ടറെ അടുത്തേക്ക് പോര് കുഞ്ഞേന്ന്. പക്ഷെ ഓൻ പറഞ്ഞു, വേണ്ടമ്മ ഇപ്പം എനിക്ക് കുറവുണ്ട് എന്ന് പറഞ്ഞു. മരുന്ന് കുടിക്കേണ്ട കാര്യത്തിൽ ഭയങ്കര മടി കേട്ടോ. എനിക്കും അതേപോലെ തന്നെ മരുന്ന് കുടിക്കേണ്ട കാര്യത്തിൽ ഭയങ്കര മടി. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ വിഷ്ണു ചോദിച്ചു, കൂനുണ്ടാക്കിയാണ് അമ്മാന്ന്. കൂനിട്ടോ, ഞങ്ങൾ പറയാം കൂൺ വെച്ചിക്കണോ ചോദിച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല കുഞ്ഞേ പറഞ്ഞു. അതിൽ വിഷ്ണു എന്നെ ചീത്ത പറഞ്ഞു, അമ്മ അത് ഉണ്ടാക്കാതെ എങ്ങനെയാണ്, അത് ഉണ്ടാക്കിയിട്ട് വേണം ഉച്ചയ്ക്ക് ഞാൻ ചോറ് തിന്നാന്ന് വിചാരിച്ച് നിൽക്കുന്നു, അതെന്താ നിങ്ങൾ ഉണ്ടാക്കി തരാത്തേ ചോദിച്ചു. വിഷ്ണുവിൻ്റെ അച്ഛനും എന്നെ പറയാൻ തുടങ്ങിട്ടോ. അതിലൊന്നും നോക്കിയില്ല മക്കളെ. വന്ന നേരം ഒരു മണി 1:30 ആയിട്ടുണ്ടെങ്കിൽ പോലും ആ ഒരു സമയത്ത് ഇത് നന്നാക്കിയിരിക്കുകയാണ്. ഇനി ഓലെ ടെൻഷനൊന്നും ഇല്ലാതാക്കണം. അതായത് ഓൽക്ക് ഇത് കിട്ടിയേ ചോറ് തിന്നാൻ പറ്റുള്ളൂ, ഇതില്ലെങ്കിൽ ചോറ് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് സമരം ചെയ്ത് രണ്ടാളും വിഷ്ണുവിൻ്റെ അച്ഛൻ അവിടെ ഇരിക്കണുണ്ട് കേട്ടോ. എന്തായാലും വേണ്ടില്ല, ഞാനിത് ആ ഒരു സമയത്ത് അതുകൊണ്ടെന്ന് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കാൻ വേണ്ടി നിൽക്കാം കേട്ടോ. ഇനി പോലും അങ്ങനെ പറഞ്ഞതല്ലേ, ആഗ്രഹിച്ചതല്ലേ, എന്തായാലും ഉണ്ടാക്കി കൊടുക്കട്ടെ എന്ന് വിചാരിച്ചാണ് ഞാനും നന്നാക്കി എടുക്കാം കേട്ടോ. കൂന് എന്നൊക്കെ പറഞ്ഞാൽ വല്ലാണ്ട് എപ്പോഴും കിട്ടിക്കോണമെന്നും ഉണ്ടാവില്ല അല്ലേ, എപ്പോഴെങ്കിലൊക്കെ. ഇതന്നെ ഞങ്ങൾക്ക് എന്തോ ഒരു ഭാഗ്യത്തിന് കിട്ടിയതാണ് കേട്ടോ. ഇത് കണ്ടപ്പോൾ പിന്നെ മക്കൾക്കാണെങ്കിൽ ഭയങ്കര ആഗ്രഹം, ഇത് അപ്പം തന്നെ തിന്നണമെന്ന്.
എന്തായാലും ഞാൻ സൂര്യമോൾക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാം കേട്ടോ, അപ്പുറത്തെ മുറ്റത്ത് ഇതേന്ന് സൂര്യമോളെ അമ്മ അടച്ചു വെച്ചേന്നില്ലേ പാത്രത്തിൽ എന്നൊക്കെ പറഞ്ഞാൽ കാണിച്ചു കൊടുക്കുക. അപ്പോൾ ഓളത് മണത്ത് നോക്കാൻ കേട്ടോ, സ്മെല്ലൊക്കെ നോക്കുക. അപ്പോൾ ഓൾക്ക് ഛർദ്ദിക്കാൻ വന്നാണ്. അപ്പോൾ ഓള് എനിക്ക് വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ടോ ഓള് അതിനോട് കളിക്കാൻ വേണ്ടി നിൽക്കുക. അപ്പം ഞാൻ പറഞ്ഞു അതിൻ്റെ ഒരു ചെറിയ പൊട്ട് പോലും കളയല്ലേ കുഞ്ഞെ, ഈ ഒരു സാധനം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇങ്ങനെയും കിട്ടുന്ന സാധനമല്ല മക്കളെ, അതുകൊണ്ട് തന്നെ സൂര്യമോളെ അത് കളയല്ലേ എന്ന് ഓളോണ്ടും ഞാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ ഇതാക്കണ വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് അടപ്പത്ത് വെക്കാൻ നോക്കാം. ഇതൊന്ന് കഴുകിയെടുക്കട്ടെ കേട്ടോ. ആദ്യം ഒരു കഴുകിയത്, എന്നാലും ഒന്നും കൂടെ കഴുകട്ടെ. പിന്നെ ഇതൊക്കെ ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് ഒറ്റയ്ക്ക് വെച്ചാൽ ഞങ്ങൾക്ക് എന്തായാലും ഉണ്ടാവില്ല, അമ്മ പറഞ്ഞ രീതിക്ക് വെച്ചാലും ഉണ്ടാവില്ല. അപ്പം അമ്മ എന്നോട് പറഞ്ഞു കുറച്ച് മസാല ഇട്ട് വെച്ചതാണ്. അങ്ങനെ ഇതാ 2 വല്യുള്ളി, ചെറിയ വല്യുള്ളി അരിഞ്ഞു, പച്ചമുളക്, ഒരു 4 വെളുത്തുള്ളീൻ്റെ അല്ലി ചതച്ചത് ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ഫോണൊക്കെ നേരാക്കി വെച്ചിട്ടുണ്ട്. ഗ്യാസ് മേലാട്ട അടപ്പത്ത് വെക്കണത്. ചീനച്ചട്ടിക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താണ്ട് ഇതാ വല്യുള്ളി പച്ചമുളകും ആ വെളിച്ചെണ്ണയൊക്കെ ഇങ്ങോട്ട് ചേർത്ത് കൊടുത്താണ്ട് വെളിച്ചെണ്ണ നല്ലോണം ഇങ്ങോട്ട് ചൂടായിട്ടുണ്ട്. തീ കുറച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കട്ടെ വല്യുള്ളീനെ. അപ്പം ഞാൻ വെക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ കൂനിൻ്റെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ അമ്മ പറഞ്ഞ പോലെ പണ്ടത്തെ പോലെ നാടൻ വെക്കണം. അതായത് വെള്ളത്തിൽ വേവിക്കുക കൂൻ, അതിക്ക് മുളക് ഇട്ടാണ്ട് മഞ്ഞൾപ്പൊടി ഉപ്പിട്ടാണ്ട് വേവിച്ചിട്ട് ലാസ്റ്റ് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. പിന്നെ മസാല ഇട്ട് വെക്കണത് പറഞ്ഞാൽ ഇതിനും ടേസ്റ്റിന് കമ്മിയൊന്നുമില്ല കേട്ടോ, പക്ഷേ ആ ചിക്കൻ മസാലേൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ എന്നുള്ളൂ കേട്ടോ. അങ്ങനെ ഇതാ വല്യുള്ളി വാടിയതിന് ശേഷം ഞാൻ ചിക്കൻ മസാല, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ അമ്മ പറഞ്ഞേന്നു ഒരുപാട് ഇങ്ങോട്ട് ഇടണ്ട, പൊടികളൊക്കെ പേരിന് ഇട്ട് കൊടുത്താൽ മതിയെന്ന്. അങ്ങനെ കുറച്ച് മാത്രം ഇട്ട് കൊടുത്താണ്ട് ഉള്ളീനൊരു ഭാഗത്തേക്ക് ആക്കിയാണ്ട് ഇതാ പൊടിയൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കാൻ വേണ്ടി ഒരു ഭാഗത്ത് പൊടികളൊക്കെ ഇട്ടാണ്ട് ഒന്ന് ചൂടാക്കി എടുത്താണ്ട് കുറച്ച് നേരം ഇങ്ങോട്ട് ഇളക്കി കൊടുത്താണ്ട് പിന്നെ വല്യുള്ളിയൊക്കെ പാടെ കൂട്ടി കുഴച്ചാണ്ട് ഇങ്ങോട്ട് നല്ലോണം മിക്സാക്കി കൊടുക്കാം കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു എല്ലാം ഇങ്ങോട്ട് ഇളക്കി റെഡിയാക്കി വെച്ചാൽ നമ്മളെ കൂണുണ്ടല്ലോ അത് ഈ ഉള്ളി വാട്ടിയൊക്കെ ഇങ്ങോട്ട് ചേർത്ത് കൊടുത്താണ്ട് നന്നായിട്ടൊന്നും കൂടെ ഇളക്കി കൊടുത്തു. ഇത് വേവാനുള്ള വെള്ളം എന്ന് പറഞ്ഞാൽ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഞാനിത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് നന്നായിട്ട് വെന്തോട്ടെ എന്ന് വിചാരിച്ചാണ്ട് ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടില്ല, ഒരു 1/2 ഗ്ലാസ് വെള്ളം മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. പിന്നെ ഇത് വെന്തതിന് ശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇതിന് മേലെ കൂടെ ഒഴിച്ചു കൊടുത്താൽ അത്രയും ടേസ്റ്റ് കിട്ടും കേട്ടോ. ഇനി നമുക്ക് ഈ ഉള്ളി വേസ്റ്റ് ഒന്നും വേണ്ട, ഇത് കൊണ്ട് കളയണമില്ല. ഇതെന്തിനാ വെച്ചാൽ രാജു കുറച്ച് കൃഷി ഉണ്ടാക്കിയിട്ടുണ്ട്, പയർ, വെണ്ട, കുമ്പളങ്ങ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുരട്ടിൽ ഇട്ട് കൊടുക്കാനാട്ടോ, അതിന് വളമായിട്ട് ഇട്ട് കൊടുക്കാനാണ്. അങ്ങനെ ഇതാക്കണ മക്കളെ കൂൺ കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടോ. വെള്ളമൊക്കെ പാകമായിട്ടുണ്ട്. നല്ലോണം ഇങ്ങോട്ട് വറ്റിച്ചെടുക്കണില്ല ഞാൻ, കാരണം ഒരുപാട് ഇങ്ങോട്ട് വറ്റിച്ചെടുത്താൽ പിന്നെ ഞങ്ങൾക്ക് തികയുമല്ലോ, ഓരോ സ്പൂൺ ഇങ്ങോട്ട് കോരി കൊടുക്കാനും വേണ്ടി എത്രയും വേണ്ടോ. അങ്ങനെ പാകത്തിനുള്ള പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. കൂൺ കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞു കേട്ടോ. ഇതിങ്ങനെ മസാല ഇട്ട് വെച്ചെങ്കിലും സംഗതി അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇനി ഞാൻ ചോറ് വിളമ്പാൻ നിൽക്കട്ടെ കേട്ടോ. കറി മത്തൻ കറി ഉണ്ട്, കാബേജ് ഉപ്പേരി ഉണ്ട്, പപ്പടം ഉണ്ട്, ഉണക്കമീൻ ഉണ്ട്, കൂണുണ്ട്. അങ്ങനെ ഇതാ അടിപൊളി. അപ്പോൾ ഇതൊക്കെയാണ് മക്കളെ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളും. കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു പ്രതീക്ഷിക്കണം. ഇനി എന്തായാലും അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ ബൈ.